Hello, welcome back to my YouTube channel. ഞാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ ഒരു ഹോൾ വീഡിയോ ആമസോണിൽ നിന്ന് മീഷോയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ വാങ്ങിയത് ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പോൾ അതിന്റെ പാർട്ടായിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രോഡക്റ്റ് എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വീഡിയോയ്ക്കും ലൈക്കും കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ആണ്. ഇത് ഞാൻ പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ നോക്കിയായിരുന്നു. അതിനെ അപേക്ഷിച്ച് എനിക്ക് വില കുറവായിട്ട് തോന്നിയത് ഓൺലൈനിലാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് മേടിക്കാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നെങ്കിലും മേടിക്കാൻ ഒരു മടിയായിരുന്നു. ഇത് എത്രത്തോളം നല്ലതാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ചേച്ചി ഇത് യൂസ് ചെയ്ത് ഞാൻ നേരിട്ട് കണ്ടു, കൊള്ളാം എന്ന് ഞാൻ നേരിട്ട് കാണുകയും ആ ചേച്ചിക്ക് നല്ല അഭിപ്രായം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വാങ്ങിച്ച് സെർച്ച് ചെയ്തൊരു ഐറ്റമാണ്. പുറത്തെ ഷോപ്പിനെ അപേക്ഷിച്ച് നമുക്ക് ഓൺലൈനിൽ പ്രൈസ് കുറച്ചും കൂടെ കുറവാണ്. ഇത് നമുക്ക് ചോപ്പറാണ്. ഇതിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒനിയനൊക്കെ കട്ട് ചെയ്തിടണം. അപ്പം പെട്ടെന്ന് ഇതായിട്ട് കിട്ടും. ഇതിങ്ങനെ വെച്ച് ലോക്കൊക്കെ ഉണ്ട്. പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടോ ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ആ രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ ഭയങ്കര യൂസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പെട്ടെന്നൊക്കെ കുക്ക് ചെയ്യാനായിട്ട് ഇവിടെ ചേട്ടന് രാവിലത്തെ ഷിഫ്റ്റൊക്കെ പോകുമ്പം ചോറൊക്കെ കൊണ്ടുപോകാനായിട്ട് കറികളൊക്കെ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് ചോപ്പിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. പുറത്ത് അപേക്ഷിച്ച് ഓൺലൈനിൽ പ്രൈസ് കുറവാണ്. പല മോഡലിലുണ്ട്. ഇങ്ങനെ വലിക്കുന്ന ടൈപ്പ് ഉണ്ട്, നമ്മൾ കറണ്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഇങ്ങനെ ചെയ്ത് പ്രസ് ചെയ്താൽ എടുക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ അകത്ത് ക്യാബേജ് വരെ അരിഞ്ഞെടുത്തു കേട്ടോ. ക്യാബേജും നമുക്ക് തോരൻ വെക്കാൻ അത് വരെ അരിഞ്ഞു. കോവയ്ക്ക അരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടുമെന്നുള്ളേ ഉള്ളൂ. പക്ഷെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് കുറച്ച് പൊടിയായിപ്പോൾ അത്രേ ഉള്ളൂ. കോവയ്ക്ക, ഒനിയൻ ഇതെല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ ഹസ്ബൻഡ് ഒരേ ഒരു ഇതുള്ളൂ, വാങ്ങിച്ചാൽ ഉപയോഗിക്കണം. അപ്പോൾ എന്തായാലും ഇത് നല്ല രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇത്. ഇത് നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോവാം. അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഉപയോഗിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്കിതെന്തായാലും പ്രയോജനമുള്ളൊരു ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇങ്ങനെ ഒരു കോട്ടൺ ടവലാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടയ്ക്കാനും പിടിക്കാനൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഈ അരിപ്പയൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പനീറും കാര്യങ്ങളൊക്കെ അരിച്ചെടുക്കാനും ഞാൻ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ആ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുള്ള, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ സോൾട്ട് പെപ്പറും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. ഇതിൽ 2 ഹോളുണ്ട്, ഇതിൽ 1 ഹോളുണ്ട്. അങ്ങനെ നമ്മുടെ സോൾട്ടും പെപ്പറൊക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ആ രീതിയിൽ നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റി. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പല വെറൈറ്റി മോഡലുണ്ട് കേട്ടോ. നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് വെറൈറ്റി മോഡലും നല്ല ഭംഗിയുള്ള, അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് പ്രൈസ് ഇത്ര തൊട്ട് ഇത്ര വരെ, ഒരുപാട് കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പല വെറൈറ്റിയിലുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് തന്നെ ഞാൻ ഈ ഒരു ടൈപ്പാണ് എടുത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോള് കണ്ടോ. ഇത് ആദ്യം വാങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു സംശയമുണ്ട് ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഒരു ഹോളുണ്ട്. ഇതിൽ നമ്മൾ സോൾട്ടും പെപ്പറൊക്കെ ഇട്ടിട്ട് ഇതുപോലൊരു ക്യാപ്പുണ്ട്. അത് വെച്ച് ഇങ്ങനെ കണ്ടോ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. കണ്ടോ ഈ രീതിയിൽ നമുക്ക് വെക്കാം. നല്ല ഇത് സെറാമിക് ആണ്. ഇത് സെറാമിക് പ്രോഡക്റ്റ് ആണ്. ഇത് ഒരുപാട് ഇതായിട്ട് ഫോഴ്സ് ആയിട്ട് വീണാൽ മാത്രമേ പൊട്ടത്തുള്ളൂ. ഇത് 2-3 വട്ടം താഴെ വീണിട്ട് പൊട്ടിയിട്ടില്ല. നല്ല ക്വാളിറ്റി ഉള്ളത് പ്രോഡക്റ്റ് തന്നെയാണ്. കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള മോഡൽ തന്നെയാണ് ഇത്. കണ്ടോ നമ്മുടെ അടുത്ത നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ. ഇത് ഒരെണ്ണമല്ല കേട്ടോ, ഒരു പാക്കറ്റിൽ 2-3 എണ്ണം ഉണ്ടായിരുന്നു. എല്ലാം ബിസിയാണ്. കാരണം എല്ലാം ഞാൻ ബോട്ടിൽസ് വെച്ചു. നമ്മൾ ഒരുപാട് ബോട്ടിൽസും ഈ ഒരു ക്യാപ്പുമായിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്.
അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ചില ബോട്ടിൽസ് ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ ആ ബോട്ടിൽസ് കളയാം. എനിക്ക് തോന്നാറില്ല. പൊതുവെ ഞാൻ ഈ പെയിൻ്റൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ടാവാം എനിക്ക് അങ്ങനെ ചില നല്ല ഭംഗിയുള്ള ബോട്ടിൽസ് ഒന്നും കാണുമ്പോൾ കളയാൻ തോന്നാറില്ല. അപ്പോൾ കിച്ചണിലേക്ക് നമുക്ക് ഓയിലും കാര്യങ്ങളും ഒക്കെ എടുത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ ക്യാപ്പ് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത ടൈപ്പ് ബോട്ടിൽസ് ഉണ്ട്. അപ്പം അതിനു വേണ്ടി അത് ഉപയോഗിക്കാനായിട്ടുള്ള ക്യാപ്പാണ്. കണ്ടോ, ഓയിൽ ഡിസ്പെൻസർ ക്യാപ്പാണിത്. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് 2-3 ഒരു പാക്കറ്റിൽ ഒരു 2-3 ഒരു 120 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതിൻ്റെ പ്രൈസ്. മീഷോയിലാണെങ്കിലും ആമസോണിലാണെങ്കിലും ഒക്കെ ഓൺലൈൻ ഷോപ്പിൽ ഒരുപാട് കിട്ടുന്ന ഒരു ടൈപ്പാണ് ഇത്. കുറേ ഒരു പാക്കിൽ ഒരു 5 എണ്ണം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പല വെറൈറ്റി മോഡൽസ് ഉണ്ട് കേട്ടോ, പല ടൈപ്പ്. പക്ഷേ അതൊന്നും എനിക്ക് ഒരുപാട് വട്ടം ഞാൻ റിട്ടേൺ ചെയ്ത് വാങ്ങിച്ചൊരു ഐറ്റമാണ്. ഇത് മാത്രമേ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. നമ്മൾ പുറത്തുനിന്നുള്ള ബോട്ടിൽസ് ആയതുകൊണ്ട് ഇത് മാത്രമേ എനിക്കത് സ്യൂട്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു നല്ലൊരു ഐറ്റമാണ്. നമ്മൾ സാധാരണ ഒരു ബോട്ടിലുമായിട്ടാണ് ഇത് വാങ്ങിക്കുന്നതെങ്കിൽ ഇത് ചിലപ്പോൾ നശിച്ചു പോകും ചിലപ്പം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കത് അങ്ങനെ ഡാമേജ് ഒക്കെ പറ്റി കഴിയുമ്പോഴാണെങ്കിൽ അയ്യോ ആ ബോട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് വേണ്ട. കാരണം ഇങ്ങനത്തെ ക്യാപ്പ് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കൊടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് അത് പ്രസ് ചെയ്ത് അടച്ചു വെക്കാം. അപ്പോൾ ഇതെനിക്ക് അങ്ങനെ കുറച്ച് ബോട്ടിൽസ് കളക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയ ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഡാമേജ് ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തത് ഉപയോഗിക്കാം. കണ്ടോ, നല്ലൊരു ഐറ്റമാണ്. ഇനി ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു ഐറ്റമാണ്. ഇത്തിരി ഹെവി വെയിറ്റ് ഉള്ളൊരു ഐറ്റമാണ്. കണ്ടോ, ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചാണ്, അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് എന്താണെന്ന് മനസ്സിലായല്ലോ, ഇടിക്കുന്ന കല്ലാണ്. പക്ഷെ ഇത് ഇടിക്കുക മാത്രമല്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ വെച്ച് അരയ്ക്കാം. കണ്ടോ, ഇത് പല വലുപ്പത്തിൽ ഹെവിയാണ്. പല വലുപ്പത്തിലും പല നമുക്ക് പ്രൈസിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഐറ്റമാണ് ഇത്. നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൊട്ടിപ്പോയി, അതൊരു ഈ ഒരു ഷേപ്പിലായിരുന്നു. ഇങ്ങനത്തത് നമുക്ക് കുറച്ച് ഇങ്ങനെ വെച്ച് അരച്ചെടുക്കാൻ പറ്റും. ഇത് എനിക്ക് ഒരേ ഒരു വിഷമം വന്നത് ഇത് കുറച്ച് ചെറുതായിപ്പോയി. ഇച്ചിരി കൂടെ വലുതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഒരുപാട് വലുതാകുമ്പോൾ അതിനനുസരിച്ച് പൈസ ഭയങ്കര ഹെവി ആകും. അപ്പം ഇത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ അതൊക്കെ ചതയ്ക്കാനും ചെറിയ രീതിയിലൊന്ന് അരയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത് ഭയങ്കര യൂസ് ആയിരിക്കും. വീട്ടമ്മമാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒരു കല്ലൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ അരയ്ക്കാനും പൊടിക്കാനും നമുക്ക് ഈ കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് എനിക്കത് ഭയങ്കര പാടാണ്. മിക്സിയുടെ ഒരു ഉപയോഗിക്കാൻ പറ്റാതിരിക്കുമ്പോഴത്തേക്കും കറണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇടിക്കുന്ന കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ അരച്ചൊക്കെ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി, ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയ ഒരു ഐറ്റമാണ് ഇത്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം. അടുത്ത പ്രോഡക്റ്റ് ഒരു കോംബോ ഓഫറാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ രീതിയിൽ 3 ഐറ്റംസ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്തപ്പോൾ കോംബോ ആയിട്ട് ഇതെന്താണെന്ന് നമുക്ക് ഈ കിഴങ്ങും അങ്ങനെ ഒരേ പൊട്ടറ്റോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് വേവിച്ചൊക്കെ കഴിഞ്ഞ് ഉടച്ചൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. ഇതാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അതിൻ്റെ കൂടെ കോംബോ ഓഫറായിട്ടുള്ളതായിരുന്നു ഈ ഒരു ഐറ്റവും നമ്മുടെ നാരങ്ങ പിരിയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇതെന്തായാലും എനിക്ക് 3 ഉപയോഗിക്കാൻ പറ്റിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആയതുകൊണ്ടാണ് ഞാനിത് കോംബോ ആയിട്ട് ഇത് 3 സെലക്ട് ചെയ്തത്. ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇത് 3 എനിക്ക് നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടിയത്.